ഓപ്പറേഷൻ സിന്ധുവിനിടയിലാണ് കേരളത്തിലും ഒരു ഓപ്പറേഷൻ നടന്നത്. അത് KPCCയുടെ തലപ്പത്തായിരുന്നു. KPCC നേതൃമാറ്റത്തിന് പിന്നാലെ ദില്ലിയിൽ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്ന് മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും ഒപ്പം മുതിർന്ന നേതാവ് K മുരളീധരനും വിട്ടുനിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ വിവരം. AICC ആസ്ഥാനത്ത് അല്പസമയത്തിനകമാണ് നിർണായകമായ ആ യോഗം ചേരാൻ പോകുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും അടിമുടി മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. KPCC നേതൃമാറ്റത്തിൽ അതൃപ്തിയിലാണ് ഒരു വിഭാഗം നേതാക്കൾ. വിവരങ്ങളുമായി മുബഷിർ പി അക്ബറും റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം മുബഷിറിലേക്ക് പോകാം. ഗുഡ് ഈവനിംഗ് മുബഷിർ പി അക്ബർ. ദില്ലിയിൽ യോഗത്തിനായി എത്താത്തവർ ആരൊക്കെയാണ് എന്നതാണല്ലോ ഇപ്പോൾ കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. യോഗത്തിനായി നേതാക്കൾ ബാക്കിയുള്ളവരെല്ലാവരും എത്തിക്കഴിഞ്ഞു. ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡൽഹി കോൺഗ്രസ് ആസ്ഥാനം ഇന്ദിരാഭവനിൽ കോൺഗ്രസിന്റെ AICC യോഗം ആരംഭിക്കും. പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള പുതിയ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത് എന്നുള്ളതാണ്. സണ്ണി ജോസഫ്, അതുപോലെ തന്നെ മുൻ UDF കൺവീനറായിട്ടുള്ള MM ഹസൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പുതിയ ഭാരവാഹികളായിട്ടുള്ള PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്പസമയം മുമ്പ് ഈ ഓഫീസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. യോഗം അല്പസമയത്തിൽ തന്നെ ഇവിടെ ആരംഭിക്കും എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, അതൃപ്തി പരസ്യമാക്കിയ നേതാക്കൾ K സുധാകരൻ, അതുപോലെ തന്നെ VM സുധീരൻ, K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. നേതാക്കൾക്കിടയിൽ അത്തരമൊരു അതൃപ്തി ഇല്ല എന്നുള്ളത് നേരത്തെ രാവിലെ കേരള ഹൗസിലെത്തിയ സണ്ണി ജോസഫ് തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും പരോക്ഷമായ വിമർശനം ഉൾപ്പെടെ പറയപ്പെടുന്ന നേതാക്കൾ ഉന്നയിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ നേതൃത്വത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു നിർണായക യോഗം ഇവിടെ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും വിവാദങ്ങൾക്ക് പുറത്തു വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെയുള്ള പ്രധാനപ്പെട്ട പരിപാടികളുമായി ബന്ധപ്പെട്ട കർമ്മ പദ്ധതിയായിരിക്കും ദേശീയ നേതൃത്വത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ KPCC അധ്യക്ഷൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചില ജില്ലകളിലൊക്കെ തന്നെ DCC പ്രസിഡന്റുമാരെ ഉൾപ്പെടെ മാറ്റുമെന്ന രീതിയിലുള്ള വാർത്തകളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ഒരു യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ KPCCയുടെ പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണം ഏറ്റെടുക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പാർശ്വവൽകൃത വിഭാഗത്തിൽ നിന്നും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല, KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനെതിരെ MM ഹസൻ ഉൾപ്പെടെ ഇന്ന് പ്രതികരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേതാക്കൾക്കിടയിലെ അത്തരം ഒരു അഭിപ്രായ വ്യത്യാസം ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ശശി തരൂരിൻ്റെ സാന്നിധ്യം തന്നെയാണ്. അല്പസമയം മുമ്പാണ് ശശി തരൂർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വിശേഷം പെഹൽഗാം അറ്റാക്കിനൊക്കെ തൊട്ടു പിന്നാലെ അദ്ദേഹം നടത്തിയ പലതരത്തിലുള്ള പ്രസ്താവനകൾ പല ഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുക്കുന്ന AICC യോഗം ഇവിടെ നടക്കാൻ പോകുന്നത്. നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ എടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ PC വിഷ്ണുനാഥ് മാധ്യമങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞിരുന്നത് ഒരു വലിയ കർമ്മ പദ്ധതി തന്നെ ഈ ഒരു പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ തയ്യാറാക്കാൻ പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഏത് രീതിയിലാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിനു മുൻപുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടപ്പിലാക്കേണ്ടുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ഈ ഒരു യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ AICC യോഗം ഇന്ന് ചേരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള മുരളീധരൻ, VM സുധീരൻ, മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള K സുധാകരൻ എന്നിവരുടെ അസാന്നിധ്യവും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സുജയ.